BPH എന്ന് പറഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. അതായത് നമ്മുടെ ഒരു 50 വയസ്സിന് മേലെ പ്രായമായ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ഒരു വീക്കം. ഒന്ന് മൂത്രമൊഴിക്കാനുള്ള പ്രയാസം, അതായത് മൂത്രമൊഴിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു, പോയി നിന്ന് ഉടനെ മൂത്രം തരുന്നില്ല, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നതിന് സ്പീഡ് പോരാ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ യൂറിനൊഴിക്കാൻ പ്രയാസമുള്ള ആൾക്കാർ എപ്പോഴും ഒരു ദേ ബി ഫീലിംഗ് ദാറ്റ് ദെയർ തിങ്സ് ആർ നോട്ട് ഗോയിങ് ഇൻ എ ഗുഡ് വേ, ഡീഹൈഡ്രേഷൻ ആൻഡ് ആസ് വെൽ എസ് ദേ ബി സ്വെറ്റിംഗ് എ ലോട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഫിയറൊക്കെ മാറി ഇങ്ങനത്തെ സിംറ്റംസ് വരികയാണെങ്കിൽ ഏറ്റവും അടുത്തൊരു യൂറോളജിനെ പോയി കണ്ട് കറക്റ്റ് ഡയഗ്നോസിസ് വരുത്തുക, വീട്ടിൽ വന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. Hello and welcome to Urology Unplugged. I am your host Snehasri, and today we are going to focus on BPH, Benign Prostatic Hyperplasia, a condition that occurs to millions of men but often misunderstood. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത്, യൂറോളജിസ്റ്റ് എക്സ്പേർട്ട്. താങ്ക് യു ഡോക്ടർ ഫോർ ബീയിങ് ഹിയർ. Doctor, let's start with the basics. What is exactly BPH and why does it matter for our listeners? BPH എന്ന് പറഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. അതായത് നമ്മുടെ ഒരു 50 വയസ്സിന് മേലെ പ്രായമായ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റിൻ്റെ ഒരു വീക്കം. അപ്പോൾ അത് എന്തുകൊണ്ട് അത് മാറ്റർ ചെയ്യുന്ന വെച്ചാൽ, ഈ പ്രോസ്റ്റേറ്റ് വീക്കം വരുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് അകത്തോടെയാണ് നമ്മുടെ മൂത്രനാളി പോകുന്നത്. അപ്പോൾ മൂത്രനാളി ഒരു കംപ്രഷൻ വരികയും പ്രോസ്റ്റേറ്റ് വളരുമ്പോൾ മൂത്രസഞ്ചിൻ്റെ ബേസിലോട്ട് എലിവേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഇറ്റ് വിൽ ലീഡ് ടു യൂറിൻ പാസിന് വഴി ഒരു തടസ്സം, അതേപോലെ ബ്ലാഡറിൻ്റെ അകത്തുള്ള ചേഞ്ചസ്. ഇത് കാരണം മൂത്രം ഒഴിക്കാനുള്ള പ്രയാസങ്ങൾ, അതായത് നമ്മൾ LUTS എന്ന് പറയും, ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ്, ഇത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് മൂത്രം ഒഴിക്കുന്നതിന് സ്പീഡ് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക, രാത്രി കാലങ്ങളിൽ ഉറക്കത്തിനിടയ്ക്ക് എലിച്ച് പോയി മൂത്രം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് മൂത്രം ഒഴിക്കാൻ പറ്റാണ്ട് വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രോസ്റ്റേറ്റിൻ്റെ സ്വാഭാവികമായുള്ള വീക്കം കൊണ്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. ബട്ട് അതിനാണ് നമ്മൾ BPH എന്ന് പറയുന്നത്. ബട്ട് ഇതേ പ്രശ്നങ്ങൾ വേറെ കണ്ടീഷൻസിലും ഉണ്ടാകാം. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ലാകാം, മൂത്രസഞ്ചിയിൽ ട്യൂമർ ആകാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ കറക്റ്റ് എന്താ കോസ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇത് BPH ആണെങ്കിൽ അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എപ്പോഴാണ് ഒരാൾ BPHൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ ഡോക്ടറിനെ കാണേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് BPHൻ്റെ സിംറ്റംസ്. ഇപ്പോൾ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ LUTS, ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ്. ഇതെന്ന് പറയുന്നത് രണ്ടായിട്ട് തന്നെ തിരിക്കാം. ഒന്ന് മൂത്രമൊഴിക്കാനുള്ള പ്രയാസം, അതായത് മൂത്രമൊഴിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു, പോയി നിന്ന് ഉടനെ മൂത്രം തരുന്നില്ല, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്നതിന് സ്പീഡ് പോരാ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്യാം. അടുത്തത് ഇറിറ്റേറ്റീവ് സിംറ്റംസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക, അതായത് തോന്നി അപ്പം തന്നെ മൂത്രം ഒഴിക്കേണ്ടി വരിക, അതായത് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ മൂത്രം അറിയാണ്ട് പോവുക, ഇല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ 3 പ്രാവശ്യമോ അതിൽ കൂടുതലും പ്രാവശ്യമോ എടിച്ച് പോയി മൂത്രം ഒഴിക്കാൻ സിറ്റുവേഷൻ. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു യൂറോളജി ഡോക്ടറെ പോയി കാണണം. പോയി കാണേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് കോസ് അതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പിന്നെ ഇതിനുപരി നമ്മളിതിനെ ഇഗ്നോർ ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മൂത്രം പോവാതെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ല് വരിക, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ഇത് കാരണം കിഡ്നി ഫെയിലിയർ വരിക, കാലിലൊക്കെ നീര് വരിക, ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പം ബ്ലഡ് വരിക എന്നീ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കോംപ്ലിക്കേഷൻസ് ആയി. അങ്ങനെയാണ് ഒട്ടും താമസിക്കാതെ തന്നെ ഡോക്ടറെ പോയി കാണാം. സോ ഡോക്ടർ, ലെറ്റ്സ് ഡിബങ്ക് സം മിത്ത്. ഞാൻ ഒരു കോമൺ ബിലീഫ് പറയാം. യു ക്യാൻ ക്ലാരിഫൈ ഇറ്റ് ബൈ സേയിങ് ഇഫ് ഇറ്റ്സ് എ മിത്ത് ഓർ fact. Okay, the first question will be, BPH only occurs to older men. That's a myth actually. കാരണം BPH എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു നോക്കാത്ത ഇറ്റ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ മെൻ മോർ ദാൻ 50 years of age. ബട്ട് കുറച്ചും കൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പിലും വരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ഇസ് എ ഫാമിലി ഹിസ്റ്ററി. ബട്ട് അതായത് നിങ്ങളുടെ ഒരു ഫാദറിനോ ഗ്രാൻഡ് ഫാദറിനോ BPH ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ഏജ് വിൽ ബി മച്ച് ലെസ് ദാൻ യുവർ പിയേഴ്സ്. അതായത് കുറച്ചും കൂടെ ഒരു ഏർലി ഏജ്, അതായത് ഒരു early 40s ലേറ്റ് 40s വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതൊരു എൽഡർലി മെയിൻറ്റ് മാത്രമുള്ള ഒരു അസുഖമായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഡോക്ടർ, സർജറി ഈസ് ദ ഓൺലി വേ ടു ട്രീറ്റ് BPH? നെവർ, ദാറ്റ്സ് എ മിത്ത്. ബിക്കോസ് BPH എന്ന് പറയുമ്പം ഓൾവേസ് ഇറ്റ് ഇസ് നോട്ട് സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റ് ഈസ് റിസർവ്ഡ് ഫോർ സ്പെസിഫിക് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അപ്പം നേരത്തെ പറഞ്ഞ തന്നെ ഇറ്റ്സ് വാട്ട് ഈസ് റിക്വയർഡ് ഇസ് എ കറക്റ്റ് ഡയഗ്നോസിസ്. വാട്ട് കോസസ് ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ്. അപ്പോൾ നമ്മളത് BPH ആണോ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണോ, അതല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ ഇഷ്യൂസ് ആണോ,
അതായത് ഇപ്പം ബ്ലാഡറിൽ സ്റ്റോൺ ആകാം, ട്യൂമർ ആകാം, അല്ലെങ്കിൽ യൂറത്ര സ്ട്രിക്ചർ ആണോ, ഇങ്ങനെ എന്താണെന്നുള്ള ഫസ്റ്റ് ഓഫ് ഓൾ കറക്റ്റ് ഡയഗ്നോസിസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ BPH എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് വുഡ് ബി ഇഫ് ഇറ്റ് ഇസ് ഓൺലി മൈൽഡ് സിംറ്റംസ്, അതായത് അത്ര ബോധർസം അല്ലാത്ത സിംറ്റംസ് ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയാവും. അതായത് വെയ്റ്റ് ലോസ്, അവോയ്ഡ് കെഫിനേറ്റഡ് ഡ്രിങ്ക്സ്, ഒപ്റ്റിമൽ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് എന്നിവയാണ്. സെക്കൻഡ് ലൈഫ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റാണ്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഈസ് വെരി എഫക്റ്റീവ് ഓൾസോ. തേർഡ് കാറ്റഗറി ഓഫ് പേഷ്യൻസാണ് നമ്മൾ സർജറി ചൂസ് ചെയ്യുന്നത്. അതായത് ദോസ് ഹു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ദോസ് ഹു ഡാവ് വിത്ത് കോംപ്ലിക്കേഷൻസ്. ആൻഡ് കോംപ്ലിക്കേഷൻസ് നേരത്തെ തന്നാൽ തന്നെ ഇവർ പോവാതിരിക്കുക, അതായത് റിഫ്രാക്ടറി യൂറിനൽ റിട്ടൻഷൻ, അല്ലെങ്കിൽ എക്സസീവ് ബ്ലീഡിങ്, അല്ലെങ്കിൽ ബ്ലാഡറിൽ സ്റ്റോൺ വരിക, കിഡ്നി ഫെയിലിയർ വരിക, അല്ലെങ്കിൽ റെക്കറലായിട്ട് ഇൻഫെക്ഷൻസ് വരിക. ഈ കണ്ടീഷൻസ് വിൽ ഹാവ് ടു ഗോ ഫോർ സർജിക്കൽ മാനേജ്മെൻറ്റ്. Okay, doctor. Drinking more water can flush out BPH symptoms. That is again a myth. Drinking more water is helpful, but it should be optimized. അതായത് നമ്മളിപ്പോൾ ഒരു ഒപ്റ്റിമൽ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് ശരാശരി ഒരാൾക്കൊരു 6 to 8 glasses ഓഫ് വാട്ടർ പെർ ഡേ എന്തായാലും ആവശ്യമാണ്. അത് നിയർലി ഇത് 2 liters. അപ്പോൾ അത് നമ്മൾ കൂടുതലും കുടിക്കേണ്ടത് ഡേ ടൈമിലാണ്. കാരണം ഡേ ടൈമിൽ വി ആർ ഫേസിങ് മോർ ഹീറ്റ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു സെൻറ്റെന്ന് അത് ഡക്ടൂറിയ, അതായത് രാത്രി കുറേ പ്രാവശ്യം കഴിച്ച് മൂത്രം ഒഴിക്കേണ്ടി വരിക. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് എസ്പെഷ്യലി നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ശേഷം കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ് മോർ പ്രോബ്ലംസ്. അപ്പോൾ അതിനാണെങ്കിൽ കൂടുതലും വെള്ളം നമ്മുടെ ഡേ ടൈമാണ് കുടിക്കേണ്ടത്. അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. വി ക്യാൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ്, പ്രിവെൻറ്റ് സ്റ്റോൺ ഫോർമേഷൻ. അതേപോലെ ഈ രാത്രി 6 മണിക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുകയും വേണം. So, doctor, let's talk about day-to-day impact of BPH. അതായത് what do men experience from it and how do it affect their lifestyle? ഇപ്പം BPH എന്ന് പറയുന്നത് ആക്ച്വലി ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഇപ്പം ഇതിന് ഓരോ സിംറ്റംസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ നെക്ടൂറിയ രാത്രി ഒരു 3-4 പ്രാവശ്യം ഉറക്കത്തിനിടയ്ക്ക് പോയി മൂത്രം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സ്ലീപ്പ് ക്വാളിറ്റി നന്നായിട്ട് അഫക്റ്റഡ് ആവും. അപ്പോൾ എസ്പെഷ്യലി ഒരു വർക്കിംഗ് ആയിട്ടൊരു ആളാണെങ്കിൽ രാവിലെ പെർഫോമൻസ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ രാത്രി വരെ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഡേ ടൈം എക്സസീവ് സ്ലീപ്പിനെസ് വരും, ഒരു പെർഫോമൻസ് കുറവായിരിക്കും. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ ഒരു അർജൻസി എന്ന് പറഞ്ഞ ഫാക്ടർ. ഇപ്പോൾ ഒരു സോഷ്യൽ ലൈഫുള്ള ഒരാളാണ്, ഒരു പബ്ലിക് പ്ലേസിൽ പോവുക, ഫസ്റ്റ് നോക്കുന്നത് ഒരു വാഷ്റൂം ആക്സസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു വാഷ്റൂം ആക്സസ് പുള്ളിക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഒരു സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു കൺട്രോൾ. അത് സെക്കൻഡ് ആസ്പെക്ട്. ഇപ്പോൾ തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിംറ്റംസ് ഉള്ള ആൾക്കാർ, അപ്പോൾ യൂറിനൊഴിക്കാൻ പ്രയാസമുള്ള ആൾക്കാർ എപ്പോഴും ഒരു ദേ ബി ഫീലിംഗ് ദാറ്റ് ദെയർ തിങ്സ് ആർ നോട്ട് ഗോയിങ് ഇൻ എ ഗുഡ് വേ. ഇപ്പോൾ ഒരു പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുമിച്ച് പോയി യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ ബാക്കി ഫ്രണ്ട്സിന് യൂറിൻ പാസ് ചെയ്യാൻ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പാസ് ചെയ്ത് പോകുക. അപ്പോൾ അതൊക്കെ ഇറ്റ് ലീഡ് ടു സം കൈൻഡ് ഓഫ് ഒരു മെൻ്റൽ ഒരു സ്ലോയിങ് ഒരു മൈനർ ഫോം ഓഫ് ഡിപ്രഷൻ ആണ് കോസ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കണ്ടീഷനാണ്. എന്നാൽ ഇത് പ്രോംപ്റ്റ്ലി ഇത് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനുമാണ്. Should they feel shy about it? Like കൂടെ ഈ ബാത്റൂമിൽ പോകുന്നതിനൊക്കെ? നത്തിങ്. അപ്പോൾ കൂടെ ബാത്റൂം പോകുന്ന എവരിബഡി ഈസ് നോട്ട് ടുഡേ. നമ്മളൊരു നോർമൽസിയിൽ നമ്മളൊരു 4 to 6 times പെർ ഡേ ആണ് ഒരാൾ യൂഷ്വലി വാഷ്റൂം ലൈക്ക് യൂസ് ചെയ്യും. ബട്ട് ഇറ്റ് ക്യാൻ വേരി on the climate you are at, the conditions you are at. Because if you're working in a AC room, you may have to go more frequently. Otherwise, if you are in a field, if you are in ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത്രയും ബോണ്ടി വരത്ത. സോ ദോസ് they will be having dehydration and as well as they will be sweating a lot. അപ്പോൾ അതിൽ ഷൈ ആവേണ്ട കാര്യമില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് അബ്നോർമൽ ആൻഡ് if you are going too often or if it is very difficult for you to control, അങ്ങനെയാണെങ്കിൽ you should seek help and getting corrected and can be easily corrected also. Okay, doctor. So, doctor, let's focus on the solutions and what are the treatments available for BPH? Okay, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് ഈസ് നോട്ട് അബൌട്ട് സർജറി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് യുണീക്ക് ഫോർ എവരി പേഷ്യൻ. അപ്പോൾ പേഷ്യൻ ഇപ്പോൾ മൈൽഡ് സിംറ്റംസേ ഉള്ളൂ, അത്ര ബോധർസമല്ല, അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ജസ്റ്റ് ഗോ ഫോർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ബൈ മീൻസ് ഓഫ് ഒപ്റ്റിമൽ വെയ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഒരു കറക്റ്റ് ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒപ്റ്റിമൽ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ്, കറക്റ്റ് ഫ്ലൂയിഡ്സ് എടുക്കുക, അതേപോലെ ബ്ലാഡ് ഓഫ് ഇറിറ്റൻസ് അവോയ്ഡ് ചെയ്യുക, അതായത് കെഫിനേറ്റഡ് ഡ്രിങ്ക്സ്, കെഫി, കോക്ക്, അതേപോലെ ആൽക്കഹോളും സ്മോക്ക് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നിവയാണ്. സെക്കൻഡ് ലൈനായിട്ട്
പേഷ്യൻ്റ് ഒരു ബോദർസം സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് വി ഫീൽ ദാറ്റ് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബാധിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ മെഡിക്കൽ മാനേജ്മെൻറ്റ്. ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഈസ് ഇൻ ദ ഫോം ഡ്രഗ്സ്, ആൻഡ് ദീസ് ഡ്രഗ്സ് ആർ ആക്ച്വലി വെരി എഫക്റ്റീവ് ആൻഡ് ക്യാൻ ക്രിയേറ്റ് ബോണ്ടേഴ്സ്. അതായത് ഒരു ആളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും കോൺഫിഡൻസും എല്ലാം ഭയങ്കര ഭീകരമായിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. തേർഡ് ലൈക്ക് എന്ന് പറയുന്നത് സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇറ്റ് വാസ് ആൻ ഓപ്പൺ സർജറി. വി യൂസ് ടു കട്ട് ഓപ്പൺ ദ അബ്ഡോമിൻ ആൻഡ് റിമൂവ് ദ പ്രോസ്റ്റേറ്റ്. ബട്ട് നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എല്ലാം ഇറ്റ്സ് വെരി മിനിമലി ഇൻവേസീവ്. അതായത് ഇറ്റ് ഈസ് ആൻ എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ്. അതായത് പേഷ്യൻ്റെ പുറമേ വേറെ സ്കാറിങ് പട്ടിങ് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിന് ഇൻഡിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസ് ആർ നോട്ട് ഹാപ്പി വിത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ്. അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റ് പേഷ്യൻറ്റിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ പേഷ്യൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ പ്രോസ്റ്റേറ്റ് കാരണം യൂറിൻ പോവാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ മൂത്രസഞ്ചി കല്ല് വരിക, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വരിക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരിക. അല്ലെങ്കിൽ തേർഡ് എന്ന് പറയുന്നത് സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇറ്റ് വാസ് ആൻ ഓപ്പൺ സർജറി. അതായത് വയറ് തുറന്ന് പ്രോസ്റ്റേറ്റ് എടുത്ത് മാറ്റുന്ന പ്രൊസീജിയറായിരുന്നു. ദാറ്റ് വാസ് ബിറ്റ് ട്രോമാറ്റിക് ടു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇറ്റ് ഈസ് ബേസിക്കലി എൻഡോസ്കോപ്പിക് മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് പുറമേ ഒരു മുറിവോ ഒരു സ്കാറോ ഒന്നും ഇല്ലാത്ത പ്രൊസീജിയേഴ്സാണ്. ഈവൻ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആർ ഓൾസോ അവൈലബിൾ. അപ്പം അതിന് ദർ ഷുഡ് ബി സം ഇൻഡിക്കേഷൻ ഫോർ ഇറ്റ്. അപ്പോൾ അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻഡിക്കേഷൻ ഈസ് പേഷ്യൻ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മെഡിക്കൽ മാനേജ്മെൻറ്റ്. അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റ് എടുത്തിട്ടും പേഷ്യൻറ്റിന് ഒരു ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ പോകാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ല് വരിക, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വരിക, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ പോസ്റ്റേറ്റ് അൺകൺട്രോൾഡ് ബ്ലീഡിങ് വരിക എന്നിവയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സർജിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോൾ സർജറി എന്ന് പറയുമ്പോൾ എൻഡോസ്കോപ്പിക് മാനേജ്മെൻറ്റാണ്. അതിനകത്ത് വേൾഡ് വൈഡ് ഏറ്റവും കോമൺലി ചെയ്യുന്നതും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പ്രൊസീജിയറും QRP ആണ്. അതായത് ട്രാൻസ്യൂറൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. നമ്മൾ മൂത്രനാളി വഴി അകത്ത് പോയി ഈ വീര്യം ബാധിച്ചിരിക്കുന്ന പ്രോസ്റ്റേറ്റിന് ചുരണ്ടി മാറ്റുന്ന പ്രൊസീജിയറാണ്. അത് അത്യാവശ്യം എഫക്റ്റീവാണ്. പിന്നെ ഇത് ഇപ്പോൾ പ്രോസ്റ്റേറ്റിന് ഭയങ്കര ഇപ്പോൾ നമുക്കൊരു നോർമൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഒരു 20 cc ആണ്. ഒരു 50 cc 150 cc ഒക്കെ സൈസുള്ള പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് വി ക്യാൻ ഈവൻ യൂസ് ഇൻ JSF ഫോർ റിമൂവിങ് ദ പ്രോസ്റ്റേറ്റ്. അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം പോലത്തെ പ്രൊസീജിയറാണ് QRP ഓർ ഫോളോഅപ്പ് എന്ന് പറയുന്നത്. പിന്നെ അല്ലാത്തയും നമുക്ക് ഈ റീസെൻറ്റ് അഡ്വാൻസസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ റസം ഓർ വാട്ടർ വേപ്പർ തെറാപ്പി, അതായത് പ്രോസ്റ്റേറ്റിനകത്തോട്ട് വാട്ടർ വേപ്പർ ഇഞ്ചെക്ട് ചെയ്യുക. അതേപോലെ പ്രോസ്റ്റേറ്റിൻ്റെ ഈ ഒരു തടസ്സം നിൽക്കുന്ന കോഷനെ കംപ്രസ് ചെയ്ത് മാറ്റുക. യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരിക്കലും ഈ QRP പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എല്ലാത്തിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ ദീസ് ആർ യൂഷ്വലി ടൈലർ ടു ആൻ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിനെ ഏറ്റവും സ്യൂട്ട് ചെയ്ത് എന്താണ് അത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണം. ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു ഈ കോക്ക് കുടിക്കുന്നതും. അപ്പോൾ ഈ ഡ്രിങ്കിങ് ഇതല്ലാതെ ഫുഡും കാര്യങ്ങളും എല്ലാം ഹെൽത്തി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഡസ് ദിസ് ഒക്കർ ഓർ ആക്ച്വലി അവരെന്തോ ഭയങ്കര ഇൻഫ്ലുവൻസ് വരത്തില്ല. ബട്ട് എന്നിരുന്നാൽ പോലും ഒരു ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി വെയിറ്റ് എന്നിവയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പ്രോസ്റ്റേറ്റിന് സൈസ് കുറയ്ക്കുമെന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽത്തി ഡയറ്റ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസ്റ്റേറ്റിന് സൈസ് കുറയാൻ പോകുന്നില്ല. ബട്ട് ദർ ഹാസ് ബീൻ പ്രൂവൺ സ്റ്റഡീസ് ഇഫ് യു കൺസ്യൂം മോർ റെഡ് മീറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള റിസ്ക് കൂടുന്നുള്ള. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കെഫൈൻഡ് ഡ്രിങ്ക്സും ആൽക്കഹോളും കോക്കും എല്ലാം ദേ ആർ ഇറിറ്റന്റ് ടു ദ ബ്ലാഡർ. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ നൊറ്റൂറിയ അല്ലെങ്കിൽ അർജൻസി ഉള്ള ഒരു പേഷ്യൻറ്റിന് അത് കുറച്ചും കൂടുതലായിരിക്കും ഈ കാര്യം ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഏതെങ്കിലും ഒരു പേഷ്യൻ്റെ സ്റ്റോറി ഡോക്ടറിന് പറയാൻ പറ്റും? സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏർലി ഡയഗ്നോസിസിൻ്റെ ഇമ്പോർട്ടൻസ്. അത് ആക്ച്വലി ഏതൊരു പേഷ്യൻ്റ് എന്നല്ല, ഒരുപാട് പേഷ്യൻസ് തന്നെ ഉണ്ട്. ആക്ച്വലി ഇതിപ്പം പല പേഷ്യൻസും ഈ സിംറ്റംസ് ആക്ച്വലി ഇതൊരു പെട്ടെന്ന് വരുന്ന സിംറ്റംസ് അല്ല. ദീസ് ഒക്കർ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതായത് പേഷ്യൻറ്റിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉണ്ടാകുന്ന ഈ സിംറ്റംസാണ്. അപ്പം പലർക്കും അത് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പാടാണ്. കാരണം ഒരിക്കലും ഇതൊക്കെ ഒരു എല്ലാവരുടെയും ഒരു പ്രൈവസിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് ഒരു ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പം പല ആൾക്കാരും യൂഷ്വലി ഒരു കോംപ്ലിക്കേഷനിൽ എത്തേണ്ടതാണ് നമ്മളിതെത്തുന്നത്. അതായത് ഈവൻ ഇപ്പം നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തരാം, ഇതിൻ്റെയും സ്റ്റാർട്ടിക് സിംറ്റംസ് സെയിമാണ്. ബട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പേഷ്യൻസും യൂഷ്വലി ഒരു സ്പ്രെഡൊക്കെ ആയിട്ടാണ് കാണുന്നത്. കാരണം ഇനിഷ്യലി ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ് ദേ ഇഗ്നോർ. അതേപോലെ ഇപ്പം അല്ലാത്ത BPHൻ്റെ കാര്യം പറഞ്ഞാൽ BPH കുറേ നാളായിട്ട് ഈ നമ്മുടെ ബ്ലാഡർ ഫോഴ്സ് ചെയ്താണ് ഈ ഒരു പുറത്തോട്ട് വിടുന്നത്. കാരണം ഈ പ്രോസ്റ്റേറ്റിൻ്റെ തടസ്സമുള്ളത്. അപ്പോൾ കുറേ നാൾ ഫോഴ്സ് ചെയ്ത് ബ്ലാഡർ മസിൽസ് ഇതിൽ അണ്ടർഗോ ചേഞ്ചസ്, അതിന് നമ്മൾ ഡെട്രോസൽ ഫെയിലർ എന്ന് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോസ്റ്റേറ്റ് മാറ്റിയായി ഓൾറെഡി ഉണ്ടായേക്കുന്ന ഡാമേജ് മാറത്തില്ല.
ഒരുപാട് നമ്മളിപ്പോൾ ഈ TRP ഈ പേഷ്യൻസൊക്കെ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത് ബ്ലാഡർ മസിലൊക്കെ അത്യാവശ്യം ഡാമേജാണ്. കാരണം അവർ കുറേ നാൾ സിംറ്റംസ് ഇഗ്നോർ ചെയ്ത് പോയതുകൊണ്ടാണ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ പേഷ്യൻ്റ് നല്ല ഒരുപാട് അങ്ങനെ ഇപ്പോൾ ആക്ച്വലി കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി ദർ ഇസ് എ ലോട്ട് ഓഫ് സ്റ്റേജ്. ഇപ്പം ആൾക്കാർ PSA ടെസ്റ്റൊക്കെ വളരെ നേരത്തെ ചെയ്യുന്നുണ്ട്. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ നോക്കുന്ന ടെസ്റ്റൊക്കെ CDD തന്നെ സ്വയം പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഇതേപോലെ ABTSൻ്റെ സിംറ്റംസിനെ കുറിച്ചൊക്കെ ആൾക്കാർ കുറച്ചും കൂടെ ബോധമിടാം. അപ്പോൾ അവർ യൂഷ്വലി തന്നെ വന്നിട്ട് അടിക്കുന്ന ആൾക്കാരുമുണ്ട്. So doctor, what is your final message to men dealing with BPH and our prostate health concern ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്? അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LUTs, അതായത് മൂത്രം ഒഴിക്കാത്ത പ്രയാസം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ടി വരിക, രാത്രി വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കുക എന്നീ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി സം കോസ്. അപ്പോൾ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിനകത്ത് വേറൊരു സെഗ്മെൻറ്റ് വരുന്നത്, ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ ഈ BPHൻ്റെ ഡ്രഗ്സൊക്കെ കോമൺലി അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെ അല്ല ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്താതെ എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതിലെ ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിംറ്റംസ്, അതായത് ഈ ലോ ടൈപ്പ് സിംറ്റംസ് വരുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. കാരണം ഞാനത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കറക്റ്റ് ഡയഗ്നോസിസ് ഉണ്ട്. ഇപ്പോൾ ഒരു BPH നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ ബിഗ് ഇമ്പാക്റ്റ്. കാരണം ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് വരുത്താം. രണ്ടാമത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ BPHന് ഇതിൻ്റെ മെഡിക്കേഷൻസ് ആർ ഈസിലി അവൈലബിൾ. അപ്പോൾ പല ആൾക്കാരും ഇതിൻ്റെ ഇവാലുവേഷൻ നടത്താതെ മെഡിസിൻസ് എടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രശ്നം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതേ സിംറ്റംസ് ക്യാൻ ബി കോസ്ഡ് ബൈ എ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഓർ എ ബ്ലാഡർ ട്യൂമർ. അപ്പോൾ ഒരു ഇവാലുവേഷൻ നടത്താതെ ഒരു ഇതിൻ്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് യു മേ ബി മിസ്സിങ് എ ബിഗർ തിങ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള യൂറോളജിസ്റ്റിനെ പോയി കണ്ട് ഇത് കറക്റ്റ് എന്താണെന്നുള്ള ഡയഗ്നോസ് ചെയ്ത് എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ എടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതേപോലെ ഇതിപ്പം ഇങ്ങനൊരു സംഭവമാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും എന്നുള്ള ഫിയറും വേണ്ട. കാരണം മെഡിക്കൽ മാനേജ്മെൻറ്റാണ് നമുക്ക് ഏറ്റവും നോർമലി ചെയ്യുന്നത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് നല്ല എഫക്റ്റീവുമാണ്. അപ്പോൾ ഈവൻ ഇൻ കേസ് സർജറി വേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് മിനിമലി USC പ്രൊസീജിയേഴ്സേ ഉള്ളൂ. അതായത് പുറത്ത് വേറെ മുറിവോ ഒന്നുമില്ലാത്ത പ്രൊസീജിയേഴ്സാണ് അത് ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഫിയറൊക്കെ മാറി ഇങ്ങനത്തെ സിംറ്റംസ് വരികയാണെങ്കിൽ ഏറ്റവും അടുത്തൊരു യൂറോളജിനെ പോയി കണ്ട് കറക്റ്റ് ഡയഗ്നോസിസ് വരുത്തുക, വേണ്ടി വന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. താങ്ക് യു. Thank you, doctor, for your very insightful informations and BPH എന്താണെന്നും അതിനെ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിലും നന്ദി നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞത് ഒരുപാട് നന്ദിയത്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് us on Urology Unplugged.